നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീഷാർട്ട് പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ തുടർന്നുകൊണ്ട് പോകുന്ന വോയിസ് സീരീസിലെ മറ്റൊരു ക്ലാസ്സുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. കോട്ടയത്തെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കോട്ടയം ജില്ലയെക്കുറിച്ചുള്ള ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കേട്ടുപിടിക്കാൻ ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ പട്ടണം കോട്ടയമാണ്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ പട്ടണം കോട്ടയം. 1989 ജൂൺ 25 കോട്ടയം ഈ നേട്ടം കൈവരിച്ചത്. 1989 ജൂൺ 25. ദെൻ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ മുനിസിപ്പാലിറ്റി കോട്ടയം തന്നെയാണ്. 1989 സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ മുനിസിപ്പാലിറ്റി കോട്ടയം. അക്ഷരനഗരം എന്നറിയപ്പെടുന്ന പട്ടണം കോട്ടയം. അക്ഷരനഗരം എന്നറിയപ്പെടുന്ന പട്ടണം കോട്ടയം. മീനച്ചിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം കോട്ടയം. മീനച്ചിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം കോട്ടയം. ദെൻ അരുന്ധതി റോയ്ക്ക് ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിൻ്റെ പശ്ചാത്തലമായ പുഴ മീനച്ചിലാറാണ്. അരുന്ധതി റോയ്ക്ക് ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിൻ്റെ പശ്ചാത്തലമായ പുഴ മീനച്ചിലാർ. ദെൻ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിന് പശ്ചാത്തലമായ കോട്ടയത്തെ ഗ്രാമം അയ്മനമാണ്. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിന് പശ്ചാത്തലമായ കോട്ടയത്തിലെ ഗ്രാമം അയ്മനം, കോട്ടയം. ദെൻ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി സയൻസ് സിറ്റി സ്ഥാപിതമാകുന്ന സ്ഥലം കുറവിലങ്ങാടാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി സയൻസ് സിറ്റി സ്ഥാപിതമാകുന്ന സ്ഥലം. ദെൻ കേരളത്തിൽ ആദ്യത്തെ തണ്ണീർത്തട ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് കോട്ടയം. കേരളത്തിൽ ആദ്യത്തെ തണ്ണീർത്തട ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് കോട്ടയം. കേരളത്തിൽ ആദ്യത്തെ ആകാശ നടപ്പാത നിർമ്മിക്കുന്ന നഗരം കോട്ടയമാണ്. കേരളത്തിൽ ആദ്യത്തെ ആകാശ നടപ്പാത നിർമ്മിക്കുന്ന നഗരം കോട്ടയം. വേമ്പൊലിനാട് എന്ന പേരിൽ കുലശേഖര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പ്രദേശമാണ് കോട്ടയം. വേമ്പൊലിനാട് എന്ന പേരിൽ കുലശേഖര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പ്രദേശം കോട്ടയം. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം വൈക്കം സത്യാഗ്രഹമാണ്. ആ സത്യാഗ്രഹം നടന്ന ജില്ല കോട്ടയമാണ്. 1924-25 കാലഘട്ടത്തിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നിരുന്നത്. ദെൻ കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ് കോട്ടയം കുമളി റോഡാണ്. കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ് കോട്ടയം കുമളി റോഡ്. ഐതിഹ്യമാലയുടെ കർത്താവായ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ സ്വദേശം കോട്ടയമാണ്. ഐതിഹ്യമാലയുടെ കർത്താവായ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ സ്വദേശം കോട്ടയം. മുൻ രാഷ്ട്രപതി KR നാരായണൻ്റെ ജന്മസ്ഥലം ഉഴവൂർ. മുൻ രാഷ്ട്രപതി KR നാരായണൻ്റെ ജന്മസ്ഥലം ഉഴവൂർ. ഇന്ത്യയിൽ സാക്ഷരത കൂടിയ രണ്ടാമത്തെ ജില്ലയാണ് കോട്ടയം. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോട്ടയം. കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല കോട്ടയം. ഇന്ത്യയിലെ ആദ്യ ചുവർചിത്ര നഗരി കോട്ടയം. സമുദ്രതീരമില്ലാത്തതും കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്നതും ആയിട്ടുള്ള ജില്ലയാണ് കോട്ടയം. സമുദ്രതീരമില്ലാത്തതും കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്നതായിട്ടുള്ള ജില്ലയാണ് കോട്ടയം. കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്. വേമ്പനാട് കായലിൻ്റെ തീരത്താണ് കുമരകം പക്ഷി സങ്കേതം. കുമരകം പക്ഷി സങ്കേതത്തിൻ്റെ മറ്റൊരു പേര് വേമ്പനാട് പക്ഷി സങ്കേതം എന്നാണ്. ദെൻ KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് സ്ഥിതി ചെയ്യുന്നത് തെക്കുംതല. കോട്ടയത്തെ തെക്കുംതലയിലാണ് KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് സ്ഥിതി ചെയ്യുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച സ്ഥലം തലയോലപ്പറമ്പ്. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച സ്ഥലം തലയോലപ്പറമ്പ്. ദെൻ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ്റെ സ്വദേശം തലയോലപ്പറമ്പാണ്. പ്രസിദ്ധ ക്രിസ്തീയ ദേവാലയങ്ങളായ വലിയ പള്ളി, ചെറിയ പള്ളി, മണർക്കാട് പള്ളി എന്നിവ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി മലയാള മനോരമയാണ്. കേരളത്തിലെ ആദ്യ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി മലയാള മനോരമ. കോട്ടയത്തു നിന്നും മലയാള മനോരമ അഥവാ മനോരമ പത്രം ആരംഭിച്ച വർഷം 1888 ആണ്. 1888. മലയാള മനോരമ എന്ന പേരിൻ്റെ ഉപജ്ഞാതാവ് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് മലയാള മനോരമ എന്ന പേരിൻ്റെ ഉപജ്ഞാതാവ്. മലയാള മനോരമ പത്രത്തിൻ്റെ സ്ഥാപകൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിള. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് മലയാള മനോരമയുടെ സ്ഥാപകൻ. കേരളത്തിലെ ആദ്യ കോളേജ് CMS കോളേജാണ്. 1817 കോട്ടയത്താണ് CMS കോളേജ് ആരംഭിച്ചത്. കേരളത്തിലെ ആദ്യ പ്രസ് CMS പ്രസ് 1821. ആദ്യ കോളേജ് CMS കോളേജ് 1817. ആദ്യത്തെ പ്രസ് CMS പ്രസ് 1821.
കേരളത്തിൽ മലയാളം അച്ചടിക്കുന്ന ആദ്യ പ്രസ്സാണ് CMS പ്രസ്. CMS പ്രസ് സ്ഥാപിച്ചത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. ബെഞ്ചമിൻ ബെയ്ലി. ദെൻ അഖില കേരള ബാലജന സഖ്യം രൂപവൽക്കരിച്ചത്. അഖില കേരള ബാലജന സഖ്യം രൂപവൽക്കരിച്ചത് KC മാമൻ മാപ്പിളയാണ്. KC മാമൻ മാപ്പിള. കേരളത്തിലെ ആദ്യ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിച്ചത് കോട്ടയത്താണ്. കേരളത്തിലെ ആദ്യ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിച്ചത് കോട്ടയത്ത്. ദെൻ താഴ്ത്തങ്ങാടി ബോട്ട് റേസ് നടക്കുന്നത് കുമരകം. താഴ്ത്തങ്ങാടി ബോട്ട് റേസ് നടക്കുന്നത് കുമരകം. കേരളത്തിൽ നിലവിലുള്ള ഏറ്റവും പഴക്കമുള്ള പത്രം ദീപികയാണ്. 1887 ദീപിക പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ദീപിക പ്രസിദ്ധീകരണം ആരംഭിച്ചത് കോട്ടയത്ത് നിന്നാണ്. ദീപിക പത്രത്തിൻ്റെ ആസ്ഥാനം കോട്ടയം തന്നെയാണ്. കോട്ടയം ആസ്ഥാനമായി സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം രൂപം കൊണ്ട വർഷം. കോട്ടയം ആസ്ഥാനമായി സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം രൂപം കൊണ്ട വർഷം 1945. ദെൻ ഒരു വ്യക്തിയുടെ പേരിൽ അറിയപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല മഹാത്മാഗാന്ധി സർവകലാശാലയാണ്. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആസ്ഥാനം അതിരമ്പുഴ. ഒരു വ്യക്തിയുടെ പേരിൽ അറിയപ്പെട്ട കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് മഹാത്മാഗാന്ധി സർവകലാശാല. ദെൻ കോട്ടയം ജില്ലയിലെ പ്രധാന നൃത്തരൂപങ്ങൾ അർജുന നൃത്തവും മാർഗംകളിയുമാണ്. മാങ്കുന്ന്, കടയന്നൂർ മല, താന്നിപ്പാറ എന്നീ മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇലവീഴ പൂഞ്ചിറ. ഇലവീഴ പൂഞ്ചിറ എന്ന വിനോദസഞ്ചാര കേന്ദ്രം മാങ്കുന്ന്, കടയന്നൂർ മല, താന്നിപ്പാറ എന്നീ മലനിരകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കോട്ടയം ഇടുക്കി അതിർത്തിയിൽ 2 മലകൾക്ക് ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇലവീഴ പൂഞ്ചിറ. ദെൻ കുമരകം പക്ഷി സങ്കേതം, പൂഞ്ഞാർ കൊട്ടാരം, വലിയ പള്ളി, ചെറിയ പള്ളി, മണർക്കാട് പള്ളി, ഇല്ലിക്കൽ കല്ല്, വാഗമൺ, അയ്യൻപാറ, കോട്ടത്താവളം, ഇലവീഴ പൂഞ്ചിറ, താഴത്തങ്ങാടി ജുമാ മസ്ജിദ്, മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം, തിരുനക്കര ക്ഷേത്രം, മൊസാർട്ട് ആർട്ട് ഗാലറി, സെൻറ്റ് ജോസഫ് പള്ളി മാന്നാനം ഇവയെല്ലാം കോട്ടയത്താണ് സ്ഥിതി ചെയ്യുന്നത്. ദെൻ കോട്ടയത്ത് പ്രചാരമുള്ള ക്രിസ്ത്യാനികളുടെ ദൃശ്യ കലാരൂപം ചവിട്ട് നാടകമാണ്. കോട്ടയത്ത് പ്രചാരമുള്ള ക്രിസ്ത്യാനികളുടെ ദൃശ്യ കലാരൂപമാണ് ചവിട്ട് നാടകം. പേട്ടതുള്ളലിന് പ്രശസ്തമായ വാവരു പള്ളി സ്ഥിതി ചെയ്യുന്നത് എരുമേലിയാണ്. കേരളത്തിലെ ഏക സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്, ആദിത്യപുരം. തട്ടുപൊളിപ്പൻ എന്നറിയപ്പെടുന്ന കലാരൂപം ചവിട്ട് നാടകമാണ്. ചവിട്ട് നാടകത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് കാറൽമാൻ ചരിതത്തിനാണ്. ചവിട്ട് നാടകങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് കാറൽമാൻ ചരിതം. കോട്ടയത്ത് പ്രചാരമുള്ള ക്രിസ്ത്യാനികളുടെ ദൃശ്യ കലാരൂപമാണ് ചവിട്ട് നാടകം. തട്ടുപൊളിപ്പൻ എന്നറിയപ്പെടുന്ന കലാരൂപമാണ് ചവിട്ട് നാടകം. ദെൻ ചവിട്ട് നാടകം ഏത് വിദേശികളുടെ സംഭാവനയാണ്? പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, ശ്രദ്ധിച്ചു വയ്ക്കുക. ചവിട്ട് നാടകം ഏത് വിദേശികളുടെ സംഭാവനയാണ്? പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ്. ദെൻ പാരാഗ്ലൈഡിങ്ങിന് അനുയോജ്യമായ പ്രദേശമാണ് വാഗമൺ. ഏഷ്യയിലെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന പ്രദേശം വാഗമൺ. മലയാളി മെമ്മോറിയലിന് തുടക്കം കുറിച്ചത് എവിടെ വെച്ചാണ്? കോട്ടയം പബ്ലിക് ലൈബ്രറിയിൽ വെച്ചാണ്. മലയാളി മെമ്മോറിയലിന് തുടക്കം കുറിച്ചത് കോട്ടയം പബ്ലിക് ലൈബ്രറിയിൽ വെച്ചാണ്. ദെൻ നടരാജ ചിത്രം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏറ്റുമാനൂർ. ഏഴരപ്പൊന്നാന എഴുന്നള്ളത്ത് നടക്കുന്ന ക്ഷേത്രം ഏറ്റുമാനൂർ ക്ഷേത്രം. കുട്ടനാടിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് ചങ്ങനാശ്ശേരിയാണ്. ചങ്ങനാശ്ശേരി. ചന്ദനക്കുടം മഹോത്സവം നടക്കുന്ന ജില്ല കോട്ടയം ജില്ലയാണ്. ദെൻ ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന ക്ഷേത്രം പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രമാണ് ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്നത്. വിശുദ്ധ അൽഫോൻസാമയുടെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്ന പള്ളി ഭരണങ്ങാനം പള്ളിയാണ്. കേരളത്തിലെ ആദ്യ സിമൻറ്റ് ഫാക്ടറി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കേരളത്തിലെ ആദ്യ സിമൻറ്റ് ഫാക്ടറി ട്രാവൻകൂർ സിമൻസ് ആണ്. കോട്ടയത്തെ നാട്ടകത്താണ് കേരളത്തിലെ ആദ്യ സിമൻറ്റ് ഫാക്ടറി ട്രാവൻകൂർ സിമൻസ് സ്ഥിതി ചെയ്യുന്നത്. ദെൻ ട്രാവൻകൂർ സിമൻസ് ഫാക്ടറിയുടെ ആസ്ഥാനം നാട്ടകം. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം കോട്ടയം. നായർ സർവീസ് സൊസൈറ്റി അഥവാ NSSൻ്റെ ആസ്ഥാനം പെരുന്ന ചങ്ങനാശ്ശേരിയാണ്. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻറ്റ് ഫാക്ടറി വെള്ളൂർ ആസ്ഥാനം. ദെൻ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ആസ്ഥാനം കോട്ടയം. മദ്രാസ് റബ്ബർ ഫാക്ടറി MRFൻ്റെ ആസ്ഥാനം വടവാതൂരാണ്. വടവാതൂർ. റബ്ബർ ബോർഡിൻ്റെ ആസ്ഥാനം കോട്ടയം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം കോട്ടയം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് കോട്ടയത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ കുറച്ച് ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കോട്ടയം. കേരളത്തിലെ ആദ്യ റബ്ബറൈസ്ഡ് റോഡ് കോട്ടയത്താണ് വന്നത്. ദെൻ മലയാള മനോരമ, ദീപിക പോലുള്ള പത്രങ്ങളൊക്കെ അച്ചടി ആരംഭിച്ചതും
കേരളത്തിലെ ആദ്യ കോളേജായിട്ടുള്ള CMS കോളേജ്, ആദ്യത്തെ പ്രസ്സായിട്ടുള്ള CMS പ്രസ്സൊക്കെ തുടങ്ങിയതും കോട്ടയത്താണ്. ദെൻ ചവിട്ടുനാടകം കോട്ടയത്തെ പ്രധാനപ്പെട്ട ഒരു കലാരൂപമാണ്. ദെൻ അർജുന നൃത്തം, മാർഗ്ഗംകളിയൊക്കെ അവിടെ തന്നെ പ്രധാനപ്പെട്ട കലാരൂപങ്ങളാണ്. ചവിട്ടുനാടകം ആരുടെ സംഭാവനയാണെന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ്. ദെൻ കുമരകം പക്ഷി സങ്കേതം കോട്ടയത്താണ്. ദെൻ കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ലയാണ് കോട്ടയം. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അക്ഷര നഗരം എന്നറിയപ്പെടുന്ന ജില്ലയാണ് കോട്ടയം. കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ തന്നെ ആദ്യ പട്ടണമാണ് കോട്ടയം. അങ്ങനെ കുറേ അധികം ചോദ്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകം കേട്ട് തന്നെ പഠിക്കുക. ചോദ്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണെന്ന് തോന്നണമൊക്കെ എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.